ഭയങ്കരമായിട്ട് ഭക്തന്മാർ പോകുന്നത്. നാളത്തോട്ട് എത്രയും വരുന്നില്ല. എന്താ? ആ ചൈതന്യ റേഞ്ച് താഴത്തോട്ടില്ല. അതാണ് എവിടെയാണ് ചൈതന്യം നമുക്ക് തടുത്തേക്കാത്ത നമ്മൾ ആഗ്രഹിച്ചു പോയി. ഇത്രയും ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ആളുകൾ ശബരിമല പോകുന്നത്? അപ്പൊ ഇതാണ് കാര്യം. ആ ചൈതന്യം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ അതിനെ എന്ത് ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാറുണ്ട്? നേരത്തെ സൂചിപ്പിച്ച പോലെ മൊബൈലിട്ട് വെള്ളത്തിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചേർത്ത് ചെയ്താൽ ആ ക്ഷേത്രത്തിൽ ആ ചൈതന്യം ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാന്ന് പറയേണ്ടവരാ? അത് പറയേണ്ടത് തന്ത്രിയാണ്. അല്ലാതെ നമുക്ക് കമ്മിറ്റി കൂടി തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല അത്. അപ്പോ ഒരു ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, ക്ഷേത്രത്തിൽ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അത് ശരിയായ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആ ക്ഷേത്രത്തിൽ ചൈതന്യം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും. അങ്ങനെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോയി നായത്തോട്ട ക്ഷേത്രത്തിൽ ചൈതന്യം വർദ്ധിച്ച് വർദ്ധിച്ച് ഗുരുവായൂർ പോലെ, ശബരിമല പോലെ, അടുത്ത കാലത്ത് വളർന്നു വന്ന തിരുവൈരാണിക്കുളം പോലെ ഭക്തജനങ്ങൾ ആയിരക്കണക്കിന് പ്രവഹിക്കുന്ന ഒരു മഹാക്ഷേത്രമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇവിടെ പണിയെടുക്കുന്ന മുഴുവൻ കമ്മിറ്റിക്കാരെയും എന്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലുള്ള എന്റെ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നു. വന്ദേ മാതരം.